സ്വകാര്യ കാറുകൾ വാടകയ്ക്ക് നൽകുന്ന വാഹന ഉടമകൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം വാടകയ്ക്കെടുത്ത 40 കാറുകൾ ഒരാൾ മറിച്ചുവിറ്റ ഒരു സംഭവമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി സ്വകാര്യ കാറുകൾ വാടകയ്ക്ക് നൽകുന്ന ഉടമകൾക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ സംഘടന കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഒരു വ്യക്തി 40-ലധികം വരുന്ന ആളുകളുടെ വാഹനം റെൻറ്റിനെടുത്ത് അത് മറിച്ചു വിറ്റു എന്നുള്ളതാണ് അറിഞ്ഞത്. ഈ വാഹനം മറിച്ചു വിൽക്കപ്പെട്ട വ്യക്തിയെക്കാട്ടിൽ കൂടുതൽ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഇത് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചവരാണ്. ഇന്ന് കേരളത്തിൽ 95% ഇല്ലീഗൽ ക്രൈമുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നത് ഇതുപോലുള്ള വാഹനങ്ങളാണ്. ഈ സ്വകാര്യ വാഹനങ്ങൾ നിസ്സാര ലാഭത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. അത് കഞ്ചാവ്, അതുപോലുള്ള മയക്കുമരുന്നുകൾ, അല്ലെങ്കിൽ കള്ളപ്പണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോക്കൽ, ഇതിനെല്ലാം ഉപയോഗിക്കപ്പെടുന്നത് ഈ വാഹനങ്ങളാണ്. അതിന് ഒരു പ്രേരണയാണ് ഈ 40 പേര് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്കെതിരെ പോലീസ് നടപടിയെടുക്കട്ടെ. അതുപോലെ തന്നെ അതിന് ഭാഗമായ ആളുകളായിട്ടാണ് ഞങ്ങൾ ഈ 40 വാഹന ഉടമകളെയും കാണുന്നത്. അവർക്കെതിരെ പോലീസ് കൃത്യമായ നടപടി ഈ വിഷയത്തിൽ എടുക്കണം. അതാണ് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നത്. അതെ, അത് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പും പോലീസും അത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതുപോലെ റെൻറ്റിനെടുത്തുകൊണ്ട് പോയി മറിച്ചു വിൽക്കാനും അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവർക്ക് പ്രചോദനമാകുന്നത്. എന്നാൽ ശക്തമായ ഒരു നടപടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു കുറ്റകൃത്യങ്ങളും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. അതിന് കുറേ വ്യത്യാസങ്ങൾ ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ നടപടി കൃത്യമായാൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. അതിന് മാറ്റമൊന്നുമില്ല. ഞങ്ങളുടെ സംഘടന എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് രജിസ്ട്രേഷനുള്ള ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ മാത്രം വാടകയ്ക്ക് നൽകുക, അല്ലാതെ സ്വകാര്യ വ്യക്തികൾ ആര് വാടകയ്ക്ക് നൽകിയാലും അവർക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായിട്ടും. കാരണം അത് നിയമപരമായി തന്നെയാണ് അവരെ ലൈസൻസ് എടുക്കുന്നത്. അതിൽ നിയമം ലംഘിക്കപ്പെട്ടാൽ അവർക്ക് ആ ലൈസൻസ് ലഭ്യമാവില്ല. അതിന് ഇത്ര വാഹനങ്ങൾ ഉണ്ടാവണമെന്നും അത് ഈ കറുപ്പ് ബോർഡിൽ മഞ്ഞ അക്ഷരത്തിൽ അതാണ് സർക്കാർ അംഗീകൃതമായ ടാക്സി എന്ന് പറയുന്നത്, റെൻ്റ് ക്യാബ് എന്ന് പറയുന്നതിന്. പക്ഷേ ഇത് നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന്, നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വാഹനം, അത് ഒരു സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് ഇത് കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ അത് സർക്കാരിൻ്റെ നികുതിയെ വരെ ബാധിക്കുന്നുണ്ട്. സ്വകാര്യ കാറുകൾ വാടകയ്ക്ക് നൽകുന്ന, റെൻറ്റിന് നൽകുന്ന വാഹന ഉടമകൾക്കെതിരെയും കേസെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം വാടകയ്ക്കെടുത്ത 40ഓളം കാറുകൾ ഒരാൾ മറിച്ചു വിൽക്കുന്ന സംഭവം കോട്ടയത്തുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന വാഹന ഉടമകൾക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പരാതി നൽകിയത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.